എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മുടെ ഈ എക്സ്നെസ് അക്കൗണ്ടിൽ ഫോറക്സ് മാത്രമല്ല, ഇതിൽ BTC അതായത് ക്രിപ്റ്റോ കറൻസി ഉണ്ട്, പ്ലസ് US ഓയിൽ കമ്മോഡിറ്റിയും ആഡായിട്ടുണ്ട്. ഇത് രണ്ടും ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എല്ലാവരും അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എടുക്കാത്തവർ പെട്ടെന്ന് എടുക്കുക. നമ്മുടെ അക്കൗണ്ട് എടുക്കുന്നതിനുള്ള വീഡിയോ, അതിൻ്റെ ലിങ്കും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചോദിക്കുക, ഇനി ഒന്നുകൂടെ ഷെയർ ചെയ്യാം. നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോമിൽ ഇവിടെ ഡെപ്പോസിറ്റ് എന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ പോയി ഡെപ്പോസിറ്റ് അടിക്കാം. ഡെപ്പോസിറ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അവിടെ ബാങ്ക് കാർഡ് ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഡയറക്റ്റ്, ബിനാൻസ് പേ, ബിറ്റ്കോയിൻ, ഓൺലൈൻ ബാങ്ക്. ഈ ഓൺലൈൻ ബാങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ്, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് മിനിമം 4519 രൂപയാണ് മിനിമം അടയ്ക്കാൻ പറ്റുക, 4520. ഓക്കെ, അപ്പോൾ ഇവിടെ $50 ഓട്ടോമാറ്റിക് കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് വായിച്ച് നോക്കുക. ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റിംഗ് പ്രീവിയസ് യൂസ്ഡ് ബെനിഫിഷ്യറി ബാങ്ക് അക്കൗണ്ട്സ് ആൻഡ് ലീഡ് ട്രാൻസാക്ഷൻ ഡിലേസ് ഓർ ലോസ്റ്റ് ഫണ്ട്സ്. ഇനിഷ്യേറ്റ് ഈച്ച് ന്യൂ ഡെപ്പോസിറ്റ് ഇൻ യുവർ പേഴ്സണൽ ഏരിയ ആൻഡ് യൂസ് ദി പ്രൊവൈഡഡ് ബാങ്ക് ഡീറ്റെയിൽസ് ആൻഡ് ദി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. നമ്മൾ കൺഫേം കൊടുക്കുന്നു. ഡെപ്പോസിറ്റ് പ്രോസസ്സിംഗ് നടക്കുകയാണ്. നമ്മൾ ബാങ്ക് നെയിം സെലക്ട് ചെയ്യുന്നു. പേ കൊടുക്കുന്നു. 4520 പേ കൊടുക്കുന്നു. കുറച്ചൊരു 1-2 സെക്കൻഡ് ഡിലേ ഉണ്ടാവും. ഇൻസ്റ്റാൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ പ്രോസസ്സിംഗ് നടക്കുന്നു. നമ്മുടെ എക്സ്നെസ് അക്കൗണ്ട് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്, ക്യാഷ് വന്നിട്ടുണ്ട്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, സ്റ്റേറ്റ് ബാങ്ക്. ഇവിടെ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച കോഡ് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെയും ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഡെപ്പോസിറ്റ് പോവുക. UPI ഡയറക്റ്റ് ഉണ്ട്, UPI എക്സ്പ്രസ് ഉണ്ട്, UPI ID ഉണ്ട്, UPI QR കോഡ് ഉണ്ട്, UPI സ്കാൻ പേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിലേതാണ് സ്യൂട്ടബിൾ ആവുക, UPI ID വെച്ചിട്ട് നമുക്ക് ചെയ്യാം. UPI ID നമ്മുടെ അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ മിനിമം എമൗണ്ട് 2712, $30 കണ്ടിന്യൂ അടിച്ചു. ഒരു USD 90.37 നമ്മൾ കൺഫേം കൊടുക്കുകയാണ്. ചെറിയൊരു പ്രോസസ്സിംഗ് ഉണ്ട്. എൻ്റർ വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ് ഓർ UPI ID. UPI ID എല്ലാവർക്കും അറിയില്ലേ? ഇത് സ്ക്രീൻ കാസ്റ്റിൽ വരുമോ എന്നുള്ളത് അറിയില്ല. ഗൂഗിൾ പേ എന്തായാലും ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. അത് വരില്ല. വന്നിട്ടുണ്ട്, ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ UPI ID. ഇവിടെ മൊബൈൽ റീചാർജ് എന്നുള്ളത് കണ്ടില്ലേ, പേ ബിൽസ്, മൊബൈൽ റീചാർജ്. ഇതിൻ്റെ തൊട്ട് താഴെതാ ഇതാണ് നമ്മുടെ UPI ID. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ ഇതിൽ വരുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, UPI ID നമ്മൾ വായിക്കുക. KURIKKALS FAB അടിച്ചു കൊടുക്കുക.
KURIKKALSFAB നോക്കട്ടെ 2@OKICICI ഇതാണ് UPI ID. ഓക്കെ കൊടുത്തു. പ്രോസസ്സിങ്ങിലാണ്. സാധാരണ സ്ക്രീൻഷോട്ട് അടിക്കാൻ പറ്റില്ല നമ്മുടെ ഈ ഗൂഗിൾ പേയിലും അതുപോലെ മറ്റുള്ള UPI ആപ്ലിക്കേഷനിൽ, പക്ഷേ സ്ക്രീൻ കാസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ മുകളിൽ കണ്ടോ നോട്ടിഫിക്കേഷൻ വന്നു, റിക്വസ്റ്റഡ് മണി എന്ന് പറഞ്ഞിട്ട്. ഇനി നേരെ ഗൂഗിൾ പേയിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ 2720 ഇവിടെ നമ്മൾ പേ ബട്ടൺ കൊടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ, നേരെ ഡെപ്പോസിറ്റ് ആവും. ഇനി നിങ്ങൾക്ക് വിത്ഡ്രോവൽ ചെയ്യണമെങ്കിലും അതുകൂടെ കയ്യോടെ കാണിച്ചു തരാം. വിത്ഡ്രോവൽ അതിൻ്റെ തൊട്ടുതന്നെ, ഡെപ്പോസിറ്റിൻ്റെ തൊട്ടുതന്നെ വിത്ഡ്രോവൽ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ഉണ്ട്. ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്. ഓൺലൈൻ ബാങ്കിങ് ക്ലിക്ക് ചെയ്തു. നമ്മുടെ അക്കൗണ്ട് നമ്പർ, INR എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ USD ആണ് വരിക. നമുക്കിവിടെ 100 USD ആണെങ്കിൽ 8954 രൂപ. ഓക്കെ, അത് നമ്മുടെ ഇതിൽ വരും. ഓക്കെ കൊടുക്കുക. പൈസ ഉണ്ടെങ്കിലാണ് ഇവിടെ കണ്ടിന്യൂ വരുള്ളൂ, പൈസ അല്ലാണ്ട് കണ്ടിന്യൂ വരുന്നില്ല. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൂ. അത് നമുക്ക് വിത്ഡ്രോവും നടക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ട്രേഡിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല, ഒക്കെ ഞാൻ വലിച്ചു. നാളെയും മറ്റന്നാളൊക്കെ ലീവല്ലേ. ഇപ്പോൾ നമ്മൾ USD പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചോളൂ. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെൽ ഓർഡർ ഉണ്ട്, ബൈ ഓർഡർ ഉണ്ട്, രണ്ടെണ്ണം താഴെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇവിടെ ഈ സൈഡ് ബാരലായിട്ട് കണ്ടില്ലേ, റെഡും ഒരു ബ്ലൂവും, അതിനിടയിൽ, അതായത് നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഈ സെൽ ഓർഡറിൽ റെഡ് കളറിൽ കാണുന്ന റേറ്റിലാണ് എക്സിക്യൂട്ട് ആവുക. അതേസമയം നമ്മൾ സെൽ ചെയ്യുമ്പോൾ ഈ ബ്ലൂവിൽ കാണുന്നതിലാണ് എക്സിക്യൂട്ട് ആവുക. അതിന് ഇടയിലുള്ള ആ ഒരു മാർജിൻ അത് അവരുടെ കമ്മീഷനാണ്, ഈ ബ്രോക്കറുടെ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്മൾ ബൈ ചെയ്യാൻ പോവുകയാണ്. ബൈ ചെയ്യുന്നു. ഇവിടെ മാർക്കറ്റ് ഓർഡർ, ബൈ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, ഈ 3 ഓപ്ഷൻ ഉണ്ട്. ഇത് ബൈ ലിമിറ്റ്, ഇത് ബൈ സ്റ്റോപ്പ്. മാർക്കറ്റ് ഓർഡറിൽ പോകണ്ട, ബൈ ലിമിറ്റ് കൊടുക്കുക. ഇപ്പോൾ എത്രയാണ് റേറ്റ്? 1.11065. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1.100 ആണ്. ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് എൻ്റെ ഓഫീസ്. എട്ടങ്ങേറായി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൈസ്, വാങ്ങാനുള്ള പ്രൈസ് എഴുതി. ഇവിടെ അതിന് മുൻപ് വോളിയം കണ്ടില്ലേ, ഇവിടെ 0.01. നിങ്ങൾ തുടക്കത്തിൽ 1 തുടങ്ങിയാൽ മതി. 0.01 തുടങ്ങുക. ഇവിടെ ലോട്ട്സ്, USD, യൂറോ അങ്ങനെ ഉണ്ട്. നമ്മളിവിടെ ലോട്ട്സാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെ നമ്മൾ എടുക്കാനുള്ള റേറ്റ്. ഓക്കെ, സിഗ്നൽ വരുമ്പോൾ അതിൽ കാണുന്ന റേറ്റ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ ടേക്ക് പ്രോഫിറ്റ് അപ്പോൾ 1.1100 അല്ലേ, 1.11500 പ്രോഫിറ്റ് എടുത്തു. ഇവിടെ പ്രൈസ് സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, പ്രൈസ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ലോസ് 1.1050. ഓക്കെ, ഈ 3 പ്രോസസ്സ് കഴിഞ്ഞു. അതായത് വോളിയം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ 0.01 അത് സെലക്ട് ചെയ്താൽ മതി, അതിട്ടാൽ മതി. കാരണം ഇതൊന്നും പഠിച്ചു വരണ്ടേ. സെക്കൻഡ് ലോട്ട്സ്, ഇവിടെ ലോട്ട്സിലാണ്. തേർഡ് പ്രൈസ്, നമ്മളെടുക്കുന്ന പ്രൈസ്. ഫോർത്ത്
ടേക്ക് പ്രോഫിറ്റ് അതായത് ടാർഗറ്റ്. ഇവിടെ റൈറ്റ് സൈഡ് പ്രൈസാണ്. 5th സ്റ്റോപ്പ് ലോസ്, അതും പ്രൈസാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ബ്ലൂവിൽ കൺഫേം കൊടുത്താൽ ഓക്കെ. ഓർഡർ ഓപ്പൺഡ് 1. ഇവിടെ നമ്മുടെ ഈ അക്കൗണ്ട്സിൽ വന്ന് കിടക്കും. ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞ് വന്ന് കിടക്കും. 1.1100 നമ്മൾ ബൈ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1.1027 ആയിട്ടുണ്ട്. അത് 000 വരുമ്പോൾ എക്സിക്യൂട്ടായി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിൽ വന്ന് കിടക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് കറക്റ്റ്. അത് പിന്നെ നിങ്ങൾ ആ ഭാഗം ചിന്തിക്കേണ്ട. അത് സ്റ്റോപ്പ് ലോസ് എങ്കിൽ സ്റ്റോപ്പ് ലോസ്, പ്രോഫിറ്റ് എങ്കിൽ പ്രോഫിറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. എല്ലാവരും പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം പോലെ ശനിയാഴ്ച തുടങ്ങണോ, ഞായറാഴ്ച തുടങ്ങണോ, തിങ്കളാഴ്ച തുടങ്ങണോ എന്നുള്ളത് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ താല്പര്യപ്രകാരം. ഓക്കെ, താങ്ക് യു.